വേണ്ടി ഇവൾ നാട്ടിൻ പുറത്തു നിന്ന് അവളുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. വന്ന ആദ്യ ദിവസം തന്നെ അവളെ സ്വീകരിക്കുന്ന കൂട്ടത്തിലെ വേലക്കാരിയിടയിൽ അവളെ പുറകിൽ നിന്ന് അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു. അവൾ പരദൂഷണക്കാരിയായ വേലക്കാരിയുടെ വാക്കുകൾ കേട്ടു. പക്ഷെ വേലക്കാരി ഒരിക്കലും ഊഹിച്ചിട്ട് പോലും ഉണ്ടായില്ല ഈ വാക്കുകൾ കാരണം അവർ കുഴപ്പത്തിൽ ചാടാൻ പോവുകയായിരുന്നു എന്നുള്ളത്. മറ്റുള്ളവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ നാരങ്ങ തുപ്പിക്കളയുമെന്ന് അവൾ മുന്നറിയിപ്പ് നൽകി. പിന്നെ അവൾ പോയതും ആദ്യം ആ പെൺകുട്ടിയുടെ വാക്കുകൾ ആ വേലക്കാരി ഗൗരവമായിട്ടെടുത്തില്ല. അവളെ പെൺകുട്ടി പരിഹസിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അടുത്ത സെക്കൻഡ് അവർക്ക് തൊണ്ടയിലെന്തോ കുടുങ്ങിയതുപോലെ തോന്നി. പിന്നീട് അവരുടെ വായിൽ നിന്ന് നാരങ്ങൾ തുപ്പിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾക്കെന്തോ പ്രത്യേക കഴിവുണ്ടെന്ന്. അവൾ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അമ്മ വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ ആ നിമിഷം അവൾ ഇതെല്ലാം വെറും സ്നേഹത്തിൻ്റെ പുറമെയുള്ള വിളിയൊരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ മാതാപിതാക്കൾ അവളെ കൂട്ടിക്കൊണ്ടു പോയതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ദത്തെടുത്ത മകൾക്ക് പകരം അവളെ ഏറ്റവും ധനികനെ വിവാഹം കഴിപ്പിക്കാനായി സമ്മതിപ്പിക്കാൻ എന്നതായിരുന്നു. അതും ആ കോടീശ്വരനാണെങ്കിൽ തളർവാദം ബാധിച്ച ഒരാൾ. ജന്മം നൽകിയ പാരൻസ് അവളിൽ നിന്ന് അത് നന്നായി മറച്ചു വെച്ചെങ്കിലും അവൾ കയറി വന്ന മുതൽ അവളുടെ ഇളയ സഹോദരൻ അവളെ പുച്ഛത്തോടെയാണ് നോക്കിക്കണ്ടത്. നാട്ടിൻ പുറത്തു നിന്നവളാണെന്ന് കരുതി അവരുടെ കുടുംബത്തിൽ പ്രവേശിക്കാൻ ഇവൾക്ക് അർഹതയില്ലെന്നും അവളെ ഇവിടെ നിന്ന് വേഗം തിരികെ കൊണ്ടുവിടാനായി പറഞ്ഞു. അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരികയും അവിടെ ഉണ്ടായ പുരാതന പാത്രം പെട്ടെന്ന് മേശയിൽ നിന്ന് വീഴ്ത്തി. ഈ ദൃശ്യം കണ്ട് എല്ലാവരും പെട്ടെന്ന് ഭയപ്പെട്ടു. ദത്തുമകൾ സ്വാഭാവികമായും ഈ അപൂർവാവസരം നഷ്ടപ്പെടുത്തിയില്ല. ഇത് അമ്മയുടെ പ്രിയപ്പെട്ട പാത്രമാണ്. ഇവൾ വീട്ടിൽ കയറിയ ഉടനെ തന്നെ എല്ലാം നശിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ അവളുടെ വാക്കുകൾ കേട്ട് ആ നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യത്തിലായിരിക്കും ഇരിക്കുക.